എല്ലാ കൂട്ടുകാർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. കൊച്ചിയുടെ ചരിത്രമുറങ്ങുന്ന വഴികളിലൂടെയാണ് ഇന്ന് നാം യാത്ര ചെയ്യുന്നത്. അക്ഷരങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച നിരവധി എഴുത്തുകാരെയും കലാകാരന്മാരെയും സൃഷ്ടിച്ച നമ്മുടെ സ്വന്തം കൊച്ചി. ചങ്ങമ്പുഴ, ഇടപ്പള്ളി, വൈലോപ്പള്ളി, സേതു, NS മാധവൻ, ജോൺ പോൾ മാഷ്, ഇങ്ങനെ നിരവധി എഴുത്തുകാരെയും കലാകാരന്മാരെയും മലയാളിക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം കൊച്ചി. കലാഭവനിലൂടെ ആബേലച്ചൻ തുടങ്ങിവെച്ച കലാപ്രവർത്തനങ്ങളും ഇന്ന് കേരളത്തിൻ്റെ കോടമ്പക്കം എന്നറിയപ്പെടുന്ന കൊച്ചിയുടെ കലാപാരമ്പര്യവുമെല്ലാം വിളിച്ചോതുന്നത് ഇന്നും കൊച്ചി കലാകാരന്മാരെയും എഴുത്തുകാരെയും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു കലാകാരൻ്റെയും എഴുത്തുകാരൻ്റെയും ജീവിതത്തെ ശക്തമായി ബന്ധിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രേരകമായി പ്രചോദനമായി നിൽക്കാൻ പോകുന്ന നല്ല ഇടങ്ങൾ കൊച്ചിക്കുണ്ട്. മഹാരാജാസ് കോളേജ് പോലെയുള്ള ആ ഇടങ്ങളിൽ നിന്ന് വന്ന എഴുത്തുകാരും സംവിധായകരും തിരക്കഥാകൃത്തുക്കളുമൊക്കെ മലയാളിക്കിന്നും അഭിമാനിക്കാൻ ഏറെ വിഭവങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ആബേലച്ചൻ്റെ പുസ്തകങ്ങളാൽ സമ്പുഷ്ടമായ ഒരു ലൈബ്രറിയിലേക്ക്, ചാവറ കൾച്ചറൽ സെൻറ്ററിലെ ഒരു ലൈബ്രറിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആ ലൈബ്രറിയിൽ നിന്നാകട്ടെ ബുക്ക് ഷെൽഫിലെ ഇന്നത്തെ നമ്മുടെ പുസ്തകം. എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ചാവറ കൾച്ചറൽ സെൻറ്റർ കാരിക്കാമുറിയിലെ പബ്ലിക് ലൈബ്രറിയിലാണിപ്പോൾ നാം. ഇവിടെ നിന്നാണ് ഇന്നത്തെ ബുക്ക് ഷെൽഫിൻ്റെ തുടക്കം. ഇന്ന് ബുക്ക് ഷെൽഫിൽ നാം കാണാൻ പോകുന്ന പുസ്തകം, ആസ്വദിക്കാൻ പോകുന്ന പുസ്തകം, അത് സ്നേഹത്തെക്കുറിച്ചും മൈത്രിയെക്കുറിച്ചും ഓരോ വ്യക്തിയുടെയും മനുഷ്യൻ്റെയുമൊക്കെ ജീവിതഭാവങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മോട് സംസാരിക്കുന്ന, മന്ത്രിക്കുന്ന അതിമനോഹരമായൊരു ബുക്കാണ്. അതിൻ്റെ എഴുത്തുകാരൻ, ആ പുസ്തകം നമുക്കായി സമ്മാനിച്ചത് നമ്മുടെ എല്ലാം ഗുരുവായ ബോബി അച്ഛനാണ്. ബോബി അച്ഛൻ്റെ കൂട്ട് എന്ന പുസ്തകമാണ് ഇന്ന് നാം ബുക്ക് ഷെൽഫിൽ പരിചയപ്പെടാൻ പോകുന്നത്. കൂട്ട് സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ തൊട്ട് തലോടി പോകുന്നൊരു പുസ്തകമാണ്. കാരണം ബോബി അച്ഛൻ പറഞ്ഞതും പറയാനിരിക്കുന്നതും എല്ലാം മൈത്രിയെക്കുറിച്ചാണ്. മൈത്രിയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ചാണ് അച്ഛൻ്റെ രചനകളെല്ലാം. അതുകൊണ്ട് തന്നെ ദൈവം സ്നേഹമാകുന്നു എന്ന ഒറ്റ ശീർഷകത്തിൽ, നമുക്കും പരസ്പരം സ്നേഹിക്കാം എന്ന ഒറ്റ അർത്ഥത്തിൽ ഇതിനെയെല്ലാം നമുക്ക് ഉപസംഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ എല്ലാ പുസ്തകത്തിൻ്റെയും കൂടി ഒരു മാസ്റ്റർ പീസായിട്ട് കൂട്ടിനെ നമുക്ക് എടുക്കാൻ സാധിക്കും. അച്ഛൻ്റെ സഞ്ചാരിയുടെ ദൈവം തൊട്ട് തുടങ്ങുന്ന പുസ്തക പരമ്പര ചെന്ന് അവസാനിക്കുന്നത് ഓർഡിനറിയിലാണ്. അതിന് തൊട്ട് മുമ്പത്തെ പുസ്തകമാണ് കൂട്ട്. അപ്പോൾ ഈ കൂട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓരോരുടെയും വ്യക്തി ജീവിതത്തെ തൊട്ടുണർത്തുന്ന സൗഹൃദങ്ങളെക്കുറിച്ചും നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ അതിഗാഢമായി അനുഭവ സമ്പന്നതയോടെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ബോബി അച്ഛൻ്റെ ജീവിത വീക്ഷണങ്ങളും തത്വജ്ഞാനവും എല്ലാം ആത്മീയതയുടെ കലർപ്പോടെ മനുഷ്യൻ്റെ ജീവിതഭാവങ്ങളോട് ചേർത്ത് വെച്ച് അച്ഛൻ നമുക്കൊക്കെ രുചിയായി പകർന്നു നൽകിയിരിക്കുന്നത് ഈ കൂട്ടിലാണ്. അതുകൊണ്ട് തന്നെ കൂട്ട് നമുക്ക് പ്രിയമുള്ളതാണ്, നമുക്ക് പ്രിയങ്കരമാകുന്നതും കൂട്ടാണ്. ബോബി ജോസ് കെട്ടിക്കാടച്ചൻ്റെ പുസ്തകങ്ങളിലെല്ലാം ആത്മീയ തലങ്ങളെക്കാൾ ഉപരി, അല്ലെങ്കിൽ ആത്മീയ തലങ്ങളും അതിലുപരി ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിത സന്ദർഭങ്ങളോട്, ജീവിത സാഹചര്യങ്ങളോടൊക്കെ കോർത്ത് വായിക്കാൻ പറ്റിയ വരികളാണ്, വാചകങ്ങളാണ്. അതൊക്കെ നമ്മുടെ മനസ്സിനെ അത്രമാത്രം പിടിച്ചുണർത്തുന്നത് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളുമായി അതിനത്രമാത്രം ബന്ധമുള്ളത് കൊണ്ടാണ്. നിലത്തെഴുത്ത്, ഹൃദയവയൽ, സഞ്ചാരിയുടെ ദൈവം, കേളി, വാതിൽ, ഇങ്ങനെ അച്ഛൻ എഴുതുന്ന പുസ്തകങ്ങളിലെല്ലാം, അച്ഛൻ്റെ വരികളിലെല്ലാം ഇപ്രകാരമുള്ള ജീവിത സന്ദർഭങ്ങൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ ഒത്തിരി നിഴലിച്ചു നിൽക്കുന്നുണ്ട്. അതിനെ എഴുത്തുകാരോടും ചരിത്രത്തോടും തത്വജ്ഞാനത്തോടും സെൻ കഥകളോടുമൊക്കെ കോർത്തിണക്കി അച്ഛൻ നമുക്ക് മുമ്പിൽ വിളമ്പി നൽകുന്ന നല്ലയൊരു അന്നം തന്നെയാണ് അച്ഛൻ്റെ വാചകങ്ങളെല്ലാം, അച്ഛൻ്റെ എഴുത്തുകളെല്ലാം. കൂട്ടിൻ്റെ ഉള്ളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അച്ഛൻ എഴുതിയതും പുതിയതുമായ നിരവധി എഴുത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം സൗഹൃദത്തെക്കുറിച്ചുള്ള വരികളാണ്. നമ്മുടെയെല്ലാം പ്രണയത്തെക്കുറിച്ചും നമ്മുടെയെല്ലാം സ്നേഹത്തെക്കുറിച്ചുമുള്ള മന്ത്രണങ്ങളാണ് ഈ കൂട്ടിൽ അച്ഛൻ രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ട് മനോഹരമായി
ആവർത്തിക്കപ്പെടുന്ന നമ്മുടെയൊക്കെ നിത്യവാചകങ്ങളായി മാറുകയാണ്. നമ്മുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബന്ധമായ നല്ല വാചകങ്ങളായി ഈ കൂട്ട് മാറുകയാണ്. ബോബി അച്ഛൻ്റെ കൂട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നനയ്ക്കാതെ പെയ്ത മഴയിൽ ഒരു മാത്ര കയറി നിൽക്കാനുള്ള ശീലക്കുടയല്ല ചങ്ങാതി. ചങ്ങാതിയെക്കുറിച്ചാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ തുടിപ്പും ഇടിപ്പും എല്ലാം ചങ്ങാതിയെക്കുറിച്ചാണ്, ചങ്ങാത്തത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ ജീവിതം എപ്രകാരം മറ്റുള്ളവരുമായി സൗഹൃദത്തിലാണ് എന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എപ്രകാരമാണ് നമ്മുടെ കൂട്ട് എന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും സൗഹൃദങ്ങളെയൊക്കെ അടിവരയിട്ട് ഒന്ന് ബ്രാക്കറ്റിലിട്ടൊക്കെ സംസാരിക്കുന്ന, അങ്ങനെ കാണുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. പലപ്പോഴും സൗഹൃദമൊക്കെ നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന വലിയ വെല്ലുവിളികളുണ്ട്. അത് ബോബി അച്ഛൻ വളരെ ആത്മീയതയുടെ തലത്തിൽ നിന്നും തത്വചിന്തയുടെ തലത്തിൽ നിന്നും മാനുഷിക മൂല്യങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നുമൊക്കെ ഈ കൂട്ടിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂട്ട് ഒരിക്കലും വെറുതെയാകുന്നില്ല. ഇതിലെ കൂട്ട് വിഭവങ്ങളൊന്നും പാഴായി പോകുന്നില്ല. കാരണം അത് സൗഹൃദത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുക്കേണ്ട കൈവിട്ടുപോയ സൗഹൃദങ്ങളെക്കുറിച്ചാണ്. ആ സൗഹൃദത്തിലേക്കുള്ള യാത്രയാണ് ഈ പുസ്തകം. ആ സൗഹൃദം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം. നമുക്ക് ആ കൂട്ടിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. ആ കൂട്ടിലെ വിഭവങ്ങൾ നമുക്കൊന്ന് വായിച്ചെടുക്കാം. ബോബി അച്ഛൻ തൻ്റെ എഴുത്തുകളിലുടനീളം കാത്തു സൂക്ഷിക്കുന്ന കഥകളും ഇമ്പമുള്ള വാചകങ്ങളും ചലച്ചിത്ര ഉദാഹരണങ്ങളുമെല്ലാം കൂട്ടിലും രൂപപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടിനെ മനോഹരമാക്കുന്നതും ആ ഇമ്പമുള്ള അലങ്കാര പ്രയോഗങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് വായിക്കുമ്പോൾ ഇമ്പമുള്ളതായി തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വായിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്രകാരമുള്ള നിരവധി കഥകളുണ്ട് ഈ കൂട്ടിൽ. ചങ്ങാത്തത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മപ്പെടുത്തലും നല്ല അനുഭവങ്ങളും കൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ട് ജീവിതം ഒരുവനായി കരുതി വയ്ക്കുന്ന അനന്യമായ കരുണയുടെ പേരാണ് എന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാത്തുവെക്കേണ്ട, കരുതി വെക്കേണ്ട ചില ശേഷിപ്പുകളാണ് കൂട്ട്. പലപ്പോഴും ഈ ശേഷിപ്പുകൾ കുറഞ്ഞു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കൂട്ട് നഷ്ടമാകുന്നത് എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. ഇപ്രകാരമുള്ള ശേഷിപ്പുകളെ വീണ്ടെടുക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അല്ലെങ്കിൽ കൈവിട്ടുപോയ പട്ടം പോലെ നമ്മുടെ ചങ്ങാത്തമെങ്ങോ പോയി മറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പുറകെ പോയി പിടിച്ച് നമ്മുടെ കൂടെ നിർത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ കൂട്ട് നമ്മുടെ ജീവിതത്തെ അനുഭവവേദ്യമാക്കുന്നുണ്ട്. അച്ഛൻ്റെ കൂട്ടിലെ ഒരു അധ്യായം തുടങ്ങുന്നത് ഈ ശീർഷകത്തിലാണ്: ഇനി ഉറ്റവരെ ധ്യാനിക്കുക. ഇനി ഉറ്റവരെ ധ്യാനിക്കുക എന്ന ആ ഒരു ശീർഷകത്തിൽ തന്നെ അച്ഛൻ കൂട്ടിനെ മനോഹരമാക്കുന്നുണ്ട്. ഈ അധ്യായം തുടങ്ങുന്നത് എബ്രഹാം ലിങ്കണിൻ്റെ ഒരു വാചകത്തോടു കൂടിയാണ്: ദ ബെറ്റർ പാർട്ട് ഓഫ് വൺസ് ലൈഫ് കൺസിസ്റ്റ് ഓഫ് ഹിസ് ഫ്രണ്ട്ഷിപ്സ്. ഉറ്റവരെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. പലപ്പോഴും ഈ ഉറ്റവരെക്കുറിച്ചുള്ള ധ്യാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത്. ഉറ്റവരെക്കുറിച്ച് ധ്യാനിക്കേണ്ട സമയമായി എന്ന് ഈ അധ്യായത്തിൽ അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി ഉറ്റവരെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഈ ധ്യാനമാണ്. പലപ്പോഴും ദൈവവിചാരം തന്നെ ഈ ധ്യാനമായി മാറുന്നു എന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചങ്ങാതികളെയും നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉറ്റവരെയും ഉടയവരെയുമൊക്കെ ഓർത്ത് അവരെ ധ്യാനിക്കേണ്ട, അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓർത്തെടുക്കേണ്ട നിമിഷങ്ങളായി നമ്മുടെ കൂട്ട് മാറണമെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്രകാരമുള്ള നഷ്ടപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു വരാനുള്ള ചില ചവിട്ടുപടികളായി ഈ വാചകങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നമുക്ക് ധ്യാനിക്കാം. വചനത്തിൽ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്ന നിങ്ങളെ ഞാൻ ഒരിക്കലും തനിച്ചാക്കുകയില്ല എന്ന വചനം. ഇതിനെ ആസ്പദമാക്കി എന്നവണ്ണം ബോബി അച്ഛൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന അധ്യായത്തെ ഏകാന്തതയുടെ ഒരു കാറ്റ് എന്ന ശീർഷകത്തിലാണ് അച്ഛൻ നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഏകാന്തതയുടെ ഒരു കാറ്റ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ഈ ഏകാന്തതയുടെ കാറ്റ് വീശുമ്പോൾ അതിലെ നല്ല കാറ്റായി, അല്ലെങ്കിൽ ആ ഏകാന്തതയെ മാറ്റിയെടുക്കുന്ന സൗഹൃദത്തിലേക്കുള്ള ക്ഷണം. പലപ്പോഴും ഏകാന്തനായി നാമൊക്കെ തനിച്ചാകുന്ന നിമിഷങ്ങളിൽ ഒരു കൂട്ട് വേണം. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരു സ്പർശനം വേണം. ആരുടെയെങ്കിലുമൊക്കെ സ്പർശനം മൂലം നമ്മുടെയൊക്കെ ഏകാന്തത എത്രയോ തവണ മാറിപ്പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഏകാന്ത ദിവസങ്ങൾ, ഏകാന്ത നിമിഷങ്ങളൊക്കെ സൗഹൃദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായി മാറിയിട്ടുണ്ട്.
ഇപ്രകാരമുള്ള ഏകാന്ത നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇനിയും തുടർന്നു പോകുന്നുണ്ടെങ്കിൽ, കൂട്ടുകാരനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം, ചങ്ങാതിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താം. അപ്പോൾ ഏകാന്തതയുടെ ദിവസങ്ങൾക്കപ്പുറം സ്നേഹത്തിൻ്റെ, മൈത്രിയുടെ നല്ല ദിവസങ്ങൾ നമുക്കായി തുറക്കപ്പെടും. ആ ഒരു നല്ല വിശേഷം, സുവിശേഷത്തിനെ ഓർമ്മിപ്പിക്കുന്ന വണ്ണം അച്ഛൻ നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നു കൂട്ടിൽ. നമ്മുടെയൊക്കെ കൂട്ടുകാരനെ കണ്ടെത്തുവോളം നമ്മുടെയൊക്കെ കാലടികൾ തുടരേണ്ടതുണ്ട് എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ കൂട്ടുകാരൻ. പലപ്പോഴും അവൻ നമ്മുടെ ഇടയിലും ഉള്ളിലുമൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. ആ കൂട്ടുകാരനിലേക്കുള്ള നമ്മുടെ കാലടികളെ അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചങ്ങാത്തവും കൂട്ടുമൊക്കെ കേവലം ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ ഒതുങ്ങിപ്പോകുന്ന ഈ കാലത്ത്, അല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശത്തിലും ഫേസ്ബുക്ക് ഫോട്ടോയിലുമൊക്കെ ഒതുങ്ങിപ്പോകുന്ന ഈ കാലത്ത് സഞ്ചരിച്ച് കണ്ടെത്തേണ്ട, അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാലടികളിലേക്കുള്ള ദൂരമാണ് സൗഹൃദമെന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. അന്വേഷിച്ച് കണ്ടെത്തേണ്ട സൗഹൃദമാണ് കൂട്ട്, അല്ലെങ്കിൽ കൂട്ടുകാരൻ. പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറന്നു പോയേക്കാവുന്ന, അല്ലെങ്കിൽ എവിടെയൊക്കെ വിട്ടുകളഞ്ഞേക്കാവുന്ന ചില സൗഹൃദങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഈ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തേണ്ട ആ കാലടിപ്പാതയിലേക്കുള്ള ദൂരമാണ് കൂട്ട്. ആ ദൂരത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കൂട്ടിനെ തിരികെ എടുക്കാം, കൂട്ടുകാരനെ തിരികെ എടുക്കാം, ചങ്ങാത്തത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ സാധിക്കും. കൂട്ടിൽ ദൈവത്തിൻ്റെ വിരലുകൾ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. അതിൻ്റെ തുടക്കവും ഒടുക്കവും അതിമനോഹരമാണ്. തുടക്കം എങ്ങനെയാണ്? സുഹൃത്തെ, ദൈവം നിനക്ക് 100 വർഷം ആയുസ് നൽകുന്നുവെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എനിക്കതിനേക്കാൾ കുറച്ചൊരു ദിനം മതി. കാരണം നീയില്ലാത്ത ഭൂമിയിൽ എനിക്കൊരു നിമിഷാർദ്ധം പോലും ജീവിക്കേണ്ട. ഈ ഭൂമി ഇത്രമേൽ മനോഹരിയായിരിക്കുന്നത് നീ അതിനു മീതെ വസിക്കുന്നത് കൊണ്ട് മാത്രം. സുഹൃത്തുക്കൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. സുഹൃത്തുക്കൾ ഉള്ളവർക്കും കൂട്ടുകാരനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കേണ്ടവർക്കുമുള്ള ഓർമ്മപ്പെടുത്തൽ. സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് മാത്രം ജീവിതം ശക്തമായി മുമ്പോട്ട് പോകുന്ന ഒരുപിടി ചങ്ങാതിമാർ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലെങ്കിൽ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് മാത്രം ജീവിതത്തിൽ ബലമുള്ളവനായി, ശക്തമായ ജീവിതാനുഭവങ്ങളോടുകൂടി, ബോധ്യങ്ങളോടുകൂടി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ചില കൂട്ടുകാർ. ദൈവത്തിൻ്റെ വിരലുകൾ എന്ന അധ്യായത്തിൻ്റെ ഒടുക്കവും അതിമനോഹരമാണ്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: ആത്മസുഹൃത്തെ, നീ ദൈവത്തിൻ്റെ വിരലുകൾ. ചില നേരങ്ങളിൽ വിരലുകൾ കത്തുന്ന മെഴുതിരികൾ പോലെ പൊള്ളിക്കുന്നു. മറ്റു ചിലപ്പോൾ ചന്ദനലേപനം പോലെ പൊള്ളുന്ന നറ്റിത്തടത്തെ തണുപ്പിക്കുന്നു. നിനക്കല്ല, ദൈവത്തിന് നന്ദി. ദൈവത്തിനുള്ള നന്ദിയാണ് ഓരോ സുഹൃത്തിൻ്റെയും പ്രതി. അല്ലെങ്കിൽ ബോബിയച്ചൻ ദൈവത്തിന് നന്ദി പറയുകയാണ് നമുക്കൊക്കെ സൗഹൃദങ്ങളെ ലഭിച്ചതിനെ ഓർത്ത്, കൂട്ടുകാരെ കിട്ടിയതിനെ ഓർത്ത്, നല്ല കൂട്ടുകൾ കിട്ടുന്നതിനെ ഓർത്ത്. ചിലപ്പോഴൊക്കെ ഈ സൗഹൃദം നമ്മളെ പൊള്ളിക്കുന്നു, ചിലപ്പോൾ അത് നമ്മളെ സുഗന്ധപൂരിതമാക്കുന്നു. നമുക്ക് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് ഈ വരികൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൗഹൃദങ്ങൾ നമ്മളെ പൊള്ളിക്കുന്നുണ്ടോ എന്ന്. സ്നേഹത്താലും കരുണയാലുമൊക്കെ ഈ സൗഹൃദങ്ങൾ, ഈ ചങ്ങാത്തങ്ങൾ, ഈ കൂട്ടുകൾ നമ്മുടെയൊക്കെ ജീവിതത്തെ പൊള്ളിക്കുന്നുണ്ടോ? ഇനി നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ ചങ്ങാത്തങ്ങളൊക്കെ സുഗന്ധപൂരിതമാണോ? സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ നല്ല സുഗന്ധം നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തരാൻ സാധിക്കുന്നുണ്ടോ എന്ന്. ഇപ്രകാരമുള്ള ദൈവത്തിൻ്റെ വിരലുകളായി ചങ്ങാതിമാർ മാറുകയാണ്. നമുക്കും നമ്മുടെ ചങ്ങാതിമാരെ ദൈവത്തിൻ്റെ വിരലുകളായി തൊടാം. അപ്പോൾ നമ്മുടെ കൂട്ട് വിസ്മയമായി മാറും, അത്ഭുതമായി മാറും. സൗഹൃദമാണ് നമ്മുടെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ സൗഹൃദമാണ് നമ്മുടെ ജീവിതത്തിന് സാക്ഷ്യം കൊടുക്കേണ്ടത്. പലപ്പോഴും ഇന്ന് ഈ സാക്ഷ്യപ്പെടുത്തലുകൾ, പലപ്പോഴും സ്ത്രീ പുരുഷ ബന്ധങ്ങൾ പോലും അത്തരമൊരു ബ്രാക്കറ്റിൽ വായിച്ചെടുക്കുന്ന ഒരു കാലത്താണ് നാമൊക്കെ കഴിഞ്ഞു പോകുന്നത്. സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെയൊക്കെ അനുഭാവമില്ലാതെ കാണുന്ന ഒരു കാലഘട്ടം. നിഷ്കളങ്കവും സുഗന്ധപൂരിതവുമായ അത്തരം സൗഹൃദങ്ങളൊക്കെ ഇനിയും ഉടലെടുക്കേണ്ടതുണ്ട്. അപ്രകാരമുള്ള നല്ല നല്ല ബന്ധങ്ങൾക്ക്, സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾക്ക്, ആ കൂട്ടിനും ചങ്ങാത്തത്തിനുമൊക്കെ നല്ല അർത്ഥം കൊടുക്കുകയാണ് ബോബിയച്ചൻ ഇവിടെ. ഇപ്രകാരമുള്ള നല്ല സൗഹൃദങ്ങൾ, നല്ല ചങ്ങാത്തങ്ങൾ നമ്മുടെയൊക്കെ മാനുഷിക മൂല്യങ്ങളെ, നല്ല നല്ല സമൂഹത്തിൽ നല്ല വ്യക്തികളെ വാർത്തെടുക്കുന്ന നല്ല ഒരു കൂട്ട് രൂപപ്പെടുത്തുകയാണ്. ഇപ്രകാരമുള്ള ചില സദാചാര ചിന്തകളിലേക്കും
നമ്മുടെയൊക്കെ സദാചാര മനോഭാവത്തിലേക്കുമൊക്കെ വിരൽ ചൂണ്ടുന്ന വരികളുണ്ട് ഈ കൂട്ടിൽ. അപ്പോൾ നമുക്കും ചിന്തിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ്, നമ്മുടെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ച്. അത് ലാവണ്യമുള്ളതാണോ, അത് മനോഹരമാണോ, സ്നേഹമുള്ളതാണോ എന്നൊക്കെ ഈ കൂട്ടിലൂടെ വേണം നമുക്ക് ചിന്തിച്ചെടുക്കാൻ. ഈ കൂട്ടിലൂടെ വേണം നമുക്കൊക്കെ ഇനി ചങ്ങാത്തം കൂടുതൽ വാങ്ങിച്ചെടുക്കാൻ. സൗഹൃദമുള്ള ഏതൊരു വ്യക്തിയും കാത്തു സൂക്ഷിക്കേണ്ട ഒരു പുസ്തകമാണ് കൂട്ട്. കാരണം ഈ കൂട്ടിനകത്ത് ജീവിതത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലേണ്ട വചനങ്ങളുണ്ട്. ജീവിതത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് വായിച്ച് മനപ്പാഠമാക്കേണ്ട കൂട്ടുകളുണ്ട്. അത് സൗഹൃദത്തിൻ്റെ കൂട്ടുകളാണ്, ചങ്ങാത്തത്തിൻ്റെ നല്ല സുവിശേഷങ്ങളാണ്. ഇപ്രകാരമുള്ള കൂട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ പരുവപ്പെടുത്തിയെടുക്കാൻ ബോബിയച്ചൻ നമുക്ക് നൽകിയ അവിസ്മരണീയമായ, വിസ്മരിക്കാനാവാത്ത ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഈ കൂട്ട്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരെ തേടിയിറങ്ങാം. ഏകാന്തതയുടെ ഇരുട്ടുകളിൽ എവിടെയോ കൂട്ടുകാർ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. നമ്മുടെ ഒരു വരവിനായി, നമ്മുടെ ഒരു സ്പർശനത്തിനായി, നമ്മുടെ ഒരു നോട്ടത്തിനായി അവൻ കാത്തിരിപ്പുണ്ട്. ആ ഏകാന്തതയിലേക്കുള്ള യാത്രയാകട്ടെ ഈ കൂട്ടിൻ്റെ അവസാനം. ആ ഏകാന്തതയിലേക്കുള്ള, സൗഹൃദത്തിലേക്കുള്ള, കൂട്ടുകാരനിലേക്കുള്ള യാത്രയാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരം. ആ കൂട്ടിലേക്ക് നമുക്ക് യാത്ര പോകാം.